ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഡാറ്റ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ എലമെൻ്ററി ഡാറ്റ ഓർഗനൈസേഷൻ എന്താണ്, ഡാറ്റ എന്താണ്, റെക്കോർഡ് എന്താണെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പഠിച്ചു. അതിൽ തന്നെ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണ്, നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് എന്തൊക്കെയാണെന്നൊക്കെ പഠിച്ചു അല്ലേ. ഇനി അതിൽ വീണ്ടും അഗെയിൻ ഒരു ഡിവിഷൻ വരുന്നതാണ്. നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പിൽ വീണ്ടും വരുന്ന ഡിവിഷനാണ് ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ്. അതിലാണ് നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടത്. ഈ പ്രിമിറ്റീവ് ആൻഡ് നോൺ പ്രിമിറ്റീവ് എന്നുള്ളത് നമ്മൾ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്താലും അതിൽ വരും. ഓക്കെ, അപ്പം നമ്മൾ ബേസിക്കലി അത് പഠിക്കുന്ന കാര്യമാണ് പ്രിമിറ്റീവ് എന്താണ്, നോൺ പ്രിമിറ്റീവ് എന്താണെന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഈ നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചേഴ്സിൽ അല്ലെങ്കിൽ നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സിൽ വീണ്ടും വരുന്നൊരു ഡിവിഷനാണ്. ദറ്റ് ഈസ് ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ്. ഈ ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സിൽ വരുന്നതാണ് അരേസ്, സ്റ്റാക്സ്, ക്യൂസ് ആൻഡ് ലിങ്ക് ലിസ്റ്റ്സ്. നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സിൽ വരുന്നതാണ് ട്രീസ് ആൻഡ് ഗ്രാഫ്സ്. എന്താണ് ലീനിയറും നോൺ ലീനിയറും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ദിസ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഇൻവോൾവ് അറേഞ്ചിങ് ദ എലമെൻറ്റ്സ് ഇൻ ലീനിയർ ഫാഷൻ. അതായത് വരിയായിട്ടാണ് ഡാറ്റേനെ സ്റ്റോർ ചെയ്തിരിക്കുന്നതെങ്കിൽ അതെന്താണ്, ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ തന്നെയാണ് അരേ എന്ന് പറയുന്നത്. നിങ്ങൾ സ്റ്റാക്ക്, ക്യൂ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും മനസ്സിലാവില്ല. നമുക്ക് പഠിക്കുമ്പോൾ നോക്കാം ഏതാണ് ലീനിയർ ഏതാണ് നോൺ ലീനിയർ എന്നൊക്കെ നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഓരോ ഡാറ്റ സ്ട്രക്ചർ പഠിപ്പിക്കുമ്പോഴും അത് ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്നുള്ളത് സ്വയം ചിന്തിക്കുക. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഡാറ്റേനെ 1 by 1 ആയിട്ടാണ് സ്റ്റോർ ചെയ്തതെങ്കിൽ ഒറ്റയ്ക്ക് ഒന്ന് കഴിഞ്ഞ് അടുത്തത് കഴിഞ്ഞ് അടുത്തത്, അങ്ങനെ ഓരോ എലമെൻറ്റും 1 by 1 ആണ് സ്റ്റോർ ചെയ്തതെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും, ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ അരേ. ദെൻ അടുത്തത് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ദിസ് ഡാറ്റ സ്ട്രക്ചർ ഇൻവോൾവ് റെപ്രസെൻറ്റിംഗ് ദ എലമെൻറ്റ്സ് ഇൻ ഹൈറാർക്കിക്കൽ ഓർഡർ. അതായത് ലെവൽസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ. ഇപ്പോൾ സപ്പോസ് ഒരു ട്രീ സ്ട്രക്ചർ കണ്ടിട്ടുണ്ടോ? ഒരു ട്രീക്ക് ഒരു മെയിൻ ഒരു നോഡ് ഉണ്ടായിരിക്കും. മെയിൻ നോഡ് കഴിഞ്ഞാൽ നെക്സ്റ്റ് അതിൻ്റെ സബ് ആയിട്ടുള്ള 2 നോഡോ അല്ലെങ്കിൽ 3 നോഡോ ഉണ്ടായിരിക്കും സബ് ആയിട്ടുള്ളത്. അതായത് ബ്രാഞ്ചിങ് കണ്ടിട്ടില്ലേ, ട്രീയുടെ ബ്രാഞ്ചസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. ട്രീയുടെ ബ്രാഞ്ചസ് എങ്ങനെയാണ് ഉണ്ടാവുക, ഒരു മെയിൻ ട്രങ്കിൽ നിന്ന് പിന്നെ 2 ബ്രാഞ്ച്, ആ ബ്രാഞ്ചിൽ നിന്ന് എഗെയിൻ വീണ്ടും 2-3 ബ്രാഞ്ച്, അത് കഴിഞ്ഞ് പിന്നെയും അതിൽ നിന്ന് 2-3 ബ്രാഞ്ച്, അങ്ങനെയുള്ള ഒരു തരം ഡാറ്റ സ്ട്രക്ചേഴ്സിനാണ്, അങ്ങനെ ഒരു ഓർഗനൈസേഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, ട്രീസ് ആൻഡ് ഗ്രാഫ്സ്. ഗ്രാഫ് കണ്ടിട്ടില്ലേ, ഗ്രാഫിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, കുറേ നോഡുകൾ ഉണ്ട് അല്ലേ, കുറേ പോയിന്റുകളെ തമ്മിൽ ഇൻ്റർകണക്ട് ചെയ്തിരിക്കുകയാണ്. അതിന് യാതൊരു ഓർഡറും ഇല്ല. ഒരു നോഡിൽ നിന്ന് വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് 1-2-3 പോയിന്റിലേക്ക് കണക്ഷൻ ഉണ്ടാവാം അല്ലേ, ചിലപ്പോൾ ഒരെണ്ണത്തിലേക്ക് മാത്രമായിട്ട് കണക്ഷൻ ഉണ്ടാവാം. അപ്പോൾ പ്രത്യേകിച്ച് ആ ഒരു ലീനിയാരിറ്റി കീപ്പ് ചെയ്യാതെ പോകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾസാണ് ട്രീസ് ആൻഡ് ഗ്രാഫ്സ്. ഓക്കെ, ഇനി വേറൊരു ഡിവിഷൻ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ലീനിയർ ആൻഡ് നോൺ ലീനിയർ എന്നുള്ളത് നമുക്ക് നോക്കാം വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വേറൊരു ടൈപ്പ് ഡിവിഷൻ വരുന്നതാണ് സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ ആൻഡ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ 4 ടൈപ്പ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ അല്ലെങ്കിൽ ഡാറ്റ സ്ട്രക്ചറിൻ്റെ കാറ്റഗറീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിനായിട്ട് നിങ്ങൾ പറയുക പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ഉണ്ട്, നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ഉണ്ട് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുമ്പോൾ ഈ നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പല മെത്തേഡ്സും ഉണ്ട്. അതിൽ വരുന്നതാണ് ഈ 4 കാറ്റഗറീസ്. ദാറ്റ് ഈസ് സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ, ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ, ലീനിയർ ഡാറ്റ സ്ട്രക്ചർ, നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. ഇത് 4 ടൈപ്പ് അല്ല കേട്ടോ. ലീനിയറും നോൺ ലീനിയറും ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ്, സ്റ്റാറ്റിക്കും ഡൈനാമിക്കും ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്, 1 by 1 സീക്വൻഷ്യലി സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഇറ്റ് ഈസ് എ ഡാറ്റ സ്ട്രക്ചർ ഫോർ ഹോൾഡിംഗ് മൾട്ടിപ്പിൾ ഐറ്റംസ് ക്യാൻ ബി ആഡഡ് ഇൻ ഡിഫറെൻറ്റ് വേസ്, ബട്ട് വൺസ് ആഡഡ് ദേ റിറ്റെയിൻ എ റിലേഷൻ ദെയർ നെയ്ബേഴ്സ് ദറ്റ് ഡസ് നോട്ട് ചേഞ്ച്. അതായത് നമുക്ക് പുതിയതിനെയൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നെയ്ബറിൻ്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ അത് കീപ്പ് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ബഞ്ച് ഓഫ് നമ്പേഴ്സ്, കുറേ നമ്പേഴ്സ്, അതുപോലെ ബഞ്ച് ഓഫ് സ്ട്രിങ്സ്, കുറേ സ്ട്രിങ്സ്, സ്റ്റുഡൻറ്റ് നെയിമിൻ്റെ ലിസ്റ്റ്. Once an item is added, it stays in that position relative to the other items that came before it and came after it. അതായത് ഒരു പ്രാവശ്യം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ എന്ത് ചെയ്യും, ആ ഒരു പൊസിഷനിൽ തന്നെ അത് സ്റ്റേ ചെയ്യും.
അതായത് അതിൻ്റെ തൊട്ട് മുന്നത്തെ എലമെൻ്റ് എന്താണ്, അതുപോലെ അത് കഴിഞ്ഞതിന് ശേഷമുള്ള എലമെൻ്റ് എന്താണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിനൊരു സ്പെസിഫിക് പൊസിഷൻ ഉണ്ടായിരിക്കും. ഓക്കെ. ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ് ഇൻക്ലൂഡ് അറേ, ലിങ്ക് ലിസ്റ്റ്, സ്റ്റാക്സ് ആൻഡ് ക്യൂസ്. നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലീനിയർ ഫാഷനിലല്ല, അത്രയാണ് ഇവിടെ പറയുന്നുള്ളൂ. ഓക്കെ. ലീനിയർ ഫാഷനിലല്ല, എന്താണ്, ഹൈറാർക്കിക്കൽ മോഡലാണ്. നമ്മൾ കഴിഞ്ഞ PPTയിൽ കണ്ടു കഴിഞ്ഞു അല്ലേ. ഹൈറാർക്കിക്കൽ മോഡലിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചേഴ്സാണ് ഗ്രാഫ്സ് ആൻഡ് ട്രീസ്. ഓക്കെ. ഇനി എന്താണ് സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ? A data structure whose organizational characteristics are invariant throughout its lifetime. അതായത് അതിൻ്റെ ക്യാരക്ടേഴ്സ്, ഓർഗനൈസേഷണൽ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസ്, ടൈപ്പ്, അങ്ങനെയുള്ള ആ ഡാറ്റ സ്ട്രക്ചറിൻ്റെ ക്യാരക്ടേഴ്സ് ഇൻവേരിയൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, മാറ്റമില്ലാതെ തുടരുകയാണ്. ഇപ്പോൾ അരയുടെ സൈസ് നമുക്ക് മാറ്റണമെങ്കിൽ കുറച്ച് പണി, അതിന് സ്പെഷ്യൽ ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കണം വേണ്ടേ. ഒരു അരേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രയാണോ സൈസ് ഡിക്ലെയർ ചെയ്തത് അത്രയേ അതിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ മാക്സിമം. Okay, such structures are well supported by high-level languages and familiar examples are arrays and records. Array റെക്കോർഡൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്, സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചറിൻ്റെ എക്സാമ്പിളാണ്. ആ സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചറിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ് പറയുന്നത്. നൺ ഓഫ് ദി സ്ട്രക്ചറൽ ഇൻഫർമേഷൻ നീഡ് ബി സ്റ്റോർഡ് എക്സ്പ്ലിസിറ്റ്ലി വിത്തിൻ ദ എലമെൻറ്റ്സ്. ഇറ്റ് ഈസ് ഓഫൺ ഹെൽഡ് ഇൻ ഡിസ്റ്റിങ്ക്റ്റ് ലോജിക്കൽ ഫിസിക്കൽ ഹെഡർ. അതായത് ഒരു ഇൻഫർമേഷനും നമ്മൾ ആ എലമെൻറ്റിൻ്റെ കൂടെ, അതായത് ഇപ്പോൾ അരേ ഓഫ് 0 എന്ന് പറഞ്ഞതിൽ അത് ഇൻറ്റീജർ ആണോ, ഫ്ലോട്ട് ആണോ, അത് ഫസ്റ്റ് എലമെൻ്റ് ആണോ, സെക്കൻഡ് എലമെൻ്റ് ആണോ, ഇതൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല അല്ലേ. അരേ ഓഫ് 0ലേക്ക് എന്താണോ ഡാറ്റ വെച്ചാൽ അതങ്ങോട്ട് അസൈൻ ചെയ്ത് കൊടുത്താൽ മതി, പോരെ. അതായത് എലമെൻസിന് നമ്മൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും, ആ ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഓർഗനൈസേഷണൽ ഇൻഫർമേഷനൊന്നും നമ്മൾ ആ ഓരോ എലമെൻറ്റിലും കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അതെവിടെ ഉണ്ടാവുക, എപ്പോഴാണോ ആ ഡാറ്റ സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഹെഡർ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ അതിൻ്റെ എല്ലാ ഡാറ്റാസും അല്ലെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും ഇൻഫർമേഷനും ഉണ്ടാവും. ഓക്കെ. എലമെൻറ്റ്സ് ഓഫ് എൻ അലോക്കേറ്റഡ് സ്ട്രക്ചർ ആർ ഫിസിക്കലി കോണ്ടിഗ്യസ് ഹെൽഡ് ഇൻ എ സിംഗിൾ സെഗ്മെൻറ്റ് ഓഫ് മെമ്മറി. എന്താണ്, അങ്ങനെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഡാറ്റ സ്ട്രക്ചർ കോണ്ടിഗ്യസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനിലായിരിക്കും അത് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുക. അരേസ് ആണെങ്കിലും റെക്കോർഡ്സ് ആണെങ്കിലും കോണ്ടിഗ്യസ് മെമ്മറി ലൊക്കേഷനിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഓൾ ഡിസ്ക്രിപ്റ്റീവ് ഇൻഫർമേഷൻ അതർ ദാൻ ഫിസിക്കൽ ലൊക്കേഷൻ ഓഫ് ദ അലോക്കേറ്റഡ് സ്ട്രക്ചർ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ സ്ട്രക്ചർ ഡെഫിനേഷൻ. അതായത് അതിൻ്റെ ഫിസിക്കൽ ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ളതൊഴിച്ച് ബാക്കി എല്ലാ ഇൻഫർമേഷനും ആ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്ന സ്ഥലത്ത്, ഇപ്പോൾ അരയാണെങ്കിൽ അര ഡിക്ലെയർ ചെയ്യുന്ന സ്ഥലത്ത്, ഡിഫൈൻ ചെയ്യുന്ന സ്ഥലത്ത് അതിൻ്റെ ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും. എവിടെയാണ് സ്റ്റോർ ചെയ്തത്, ഏത് മെമ്മറി ലൊക്കേഷനിലാണ് സ്റ്റോർ ചെയ്തത് എന്നുള്ളത് ഒഴികെ ബാക്കി എല്ലാ ഇൻഫർമേഷൻസും അത് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഡാറ്റ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരിക്കും. റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ എലമെൻറ്റ്സ് ഡു നോട്ട് ചേഞ്ച് ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് സ്ട്രക്ചർ. ആ ഡാറ്റ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഉള്ളിലെ ഡാറ്റാസൊക്കെ കളഞ്ഞ് അതിനെ ഡിലീറ്റ് ചെയ്യുന്നത് വരെ അതിൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റ്സ് തമ്മിലുള്ള റിലേഷൻ, അതായത് ഫസ്റ്റ് എലമെൻ്റ് ഏതാണ്, സെക്കൻഡ് എലമെൻ്റ് ഏതാണ്, ദ എലമെൻറ്റ് കംസ് ആഫ്റ്റർ 1, ദെൻ എലമെൻറ്റ്സ് കം ബിഫോർ എനി വൺ ഓഫ് ദ എലമെൻറ്റ്, അങ്ങനെയൊക്കെ പറയുന്ന റിലേഷൻസ് എന്ന് പറയുന്നത് സിമിലർ ആയിരിക്കും. അതായത് ഒരു പ്രോഗ്രാമിങ്ങിൻ്റെ എക്സിക്യൂഷൻ്റെ ഇടയിൽ കൂടെ അരയുടെ തേർഡ് എലമെൻറ്റിനെ ഫോർത്ത് എലമെൻ്റായിട്ട് തനിയെ മാറാൻ സാധ്യത ഉണ്ടോ? അങ്ങനെ വരില്ല, ഒരിക്കലും അങ്ങനെ വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, റിലേഷൻഷിപ്സ് ഒരിക്കലും മാറുന്നില്ല ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് സ്ട്രക്ചർ. പക്ഷേ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറിൽ എന്തൊക്കെയാണ് വരുന്നത്, ഇറ്റ്സ് ഓർഗനൈസേഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് മേ ചേഞ്ച് ഡ്യൂറിങ് ഇറ്റ്സ് ലൈഫ് ടൈം. അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് എക്സിക്യൂഷൻ ടൈമിൽ വെച്ചിട്ട് അതിൻ്റെ സൈസോ ടൈപ്പോ ഒക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ ചാൻസ് ഉണ്ട്. അഡാപ്റ്റബിലിറ്റി അഫോർഡഡ് ബൈ സച്ച് സ്ട്രക്ചേഴ്സ്, ദാറ്റ് ഈസ് എക്സാമ്പിൾ ലിങ്ക്ഡ് ലിസ്റ്റ്, ഇസ് ഓഫൺ അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ഡിക്രീസ്ഡ് എഫിഷ്യൻസി ഇൻ ആക്സസിങ് എലമെൻറ്റ്സ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അതായത് എക്സിക്യൂഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ റൺ ടൈമിൽ നമുക്ക് ഡാറ്റ സ്ട്രക്ചേഴ്സിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നുള്ളത് അതിനെയാണ് നമ്മൾ അഡാപ്റ്റബിലിറ്റി എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു അഡാപ്റ്റബിൾ ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എഫിഷ്യൻസി കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഈ PPTയിലുള്ള അതേ ലൈൻസ് ഒന്നും എഴുതണ്ട, ക്ലാസ് കേട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ലൈൻസ് കിട്ടും. അപ്പോൾ അതിൽ ഈ കാര്യങ്ങളൊക്കെ എഴുതിയാൽ മതി അല്ലെങ്കിൽ പഠിച്ചാൽ മതി. ഓക്കെ, ആ അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ വേർഡ് അങ്ങനെയൊന്നും എഴുതണ്ട. നമുക്ക് ഡൈനാമിക്കലി എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ സ്ട്രക്ചറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മാറ്റാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിൻ്റെ എഫിഷ്യൻസി എന്താണ്, കുറവാണ്.
എലമെൻസിനെ ആക്സസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ എന്ത് ചെയ്യാനാണെങ്കിലും എന്ത് ഫംഗ്ഷൻ പെർഫോം ചെയ്യാനാണെങ്കിലും അതിൽ എഫിഷ്യൻസി കുറവായിരിക്കും വിത്ത് കമ്പയർ ടു സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ. ഓക്കെ, 2 മെയിൻ ഫീച്ചേഴ്സ് ഡിസ്റ്റിംഗ്വിഷ് ഡൈനാമിക് സ്ട്രക്ചേഴ്സ് ഫ്രം സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചേഴ്സ്. എന്താണ്? ഇറ്റ് ഈസ് നോ ലോങ്ങർ പോസിബിൾ ടു ഇൻഫർ ഓൾ സ്ട്രക്ചറൽ ഇൻഫർമേഷൻ ഫ്രം എ ഹെഡർ. ഈച്ച് ഡാറ്റ എലമെൻറ്റ് വിൽ ഹാവ് ടു കണ്ടെയ്ൻ ഇൻഫർമേഷൻ റിലേറ്റിംഗ് ഇറ്റ് ലോജിക്കലി ടു അതർ എലമെൻറ്റ്സ് ഓഫ് ദി സ്ട്രക്ചർ. അതായത് ഹെഡറിൽ, അതായത് ഫസ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മുഴുവൻ പറയണമെന്ന് നിർബന്ധമില്ല. ഓരോ എലമെൻറ്റും ആഡ് ചെയ്യുന്ന സമയത്ത്, സപ്പോസ് ഒരു എലമെൻറ്റ് ലിങ്ക്ഡ് ലിസ്റ്റിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം അത് എവിടെയാണ് ആഡ് ചെയ്യേണ്ടത്, തേർഡ് എലമെൻ്റ് ആയിട്ടാണോ ഫോർത്ത് എലമെൻ്റ് ആയിട്ടാണോ, അതിൻ്റെ പോയിൻ്റർ ഏത് എലമെൻറ്റിലേക്ക് പോയിൻ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ടൈപ്പ് എന്താണ്, ഇതൊക്കെ എന്തിൽ പറയാൻ പറ്റും? ലിങ്ക്ഡ് ലിസ്റ്റിൽ നമുക്ക് പറയാൻ പറ്റും. എപ്പോൾ? പുതിയ എലമെൻറ്റ്സ് ആഡ് ചെയ്യുന്ന സമയത്ത്. പക്ഷെ അറേയിൽ പറ്റുമോ? അറേയിൽ പറ്റില്ല. അതാണ് പറയുന്നത്, ഓരോ എലമെൻറ്റും പറയുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും. ഹെഡറിൽ തന്നെ കൊടുക്കണമെന്നില്ല. രണ്ടാമത്, യൂസിങ് എ സിംഗിൾ ബ്ലോക്ക് ഓഫ് കോണ്ടിഗ്യൂസ് സ്റ്റോറേജ് ഇസ് ഓഫൺ നോട്ട് അപ്രോപ്രിയേറ്റ്. ഒരു സിംഗിൾ ബ്ലോക്ക് അല്ല അവിടെ ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് നെസസറി ടു പ്രൊവൈഡ് സം സ്റ്റോറേജ് മാനേജ്മെൻറ്റ് സ്കീം അറ്റ് റൺ ടൈം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പല പല സ്ഥലത്താണ് മെമ്മറി ലൊക്കേഷൻസ് ഉള്ളതെങ്കിൽ അതിനെ മാനേജ് ചെയ്യാൻ ഏത് മെമ്മറി ലൊക്കേഷൻ എടുക്കണം എന്നൊക്കെ നോക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അതിൻ്റേതായിട്ടുള്ള കുറേ മെത്തേഡ്സ് ഉണ്ട്, മെമ്മറി അലോക്കേഷൻ സ്കീംസ് ഉണ്ട്. FCFS SJF എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പഠിക്കുന്ന കുറേ സ്കീമുകളുണ്ട്. ആ സ്കീമുകളൊക്കെ അഡോപ്റ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ, ഓരോ സമയം പുതിയ എലമെൻ്റ് ആഡ് ചെയ്യുമ്പോഴും. ഓക്കെ, ആ രണ്ട് കാര്യങ്ങളാണ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചേഴ്സിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ എന്താണ്, ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ എന്താണ്, ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്താണ്, നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്താണ് എന്നുള്ളത് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് വാട്ട് ഈസ് കാറ്റഗറീസ് ഓഫ് ഡാറ്റ സ്ട്രക്ചേഴ്സ്, പല ഡാറ്റ സ്ട്രക്ചറിൻ്റെ കാറ്റഗറീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നിങ്ങൾ നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.